രണ്ടാമത് അല്ലാഹു കൊടുക്കുന്നത് ഇദാ ഹബബ്തഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾക്കുന്ന കേൾവി ഞാനായി മാറും, അവന്റെ കണ്ണ് ഞാനായി മാറും, അവന്റെ കൈകൾ ഞാനായി മാറും, അവന്റെ കാലുകൾ ഞാനായി മാറുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ റബ്ബ് പറയുകയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ആയത്തല്ല, ഖുർആനിന്റെ ആയത്തല്ല, പക്ഷെ അള്ളാഹ് പറഞ്ഞതാണ്, നേരിട്ട് നബിയോട് പറഞ്ഞതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വഹീ മുഖാന്തരം പറഞ്ഞതിന് ആയത്ത് എന്ന് പറയും. ഖുർആൻ അള്ളാഹ് നേരിട്ട് മുത്തുനബിയോട് പറഞ്ഞതാണ് ഖുദ്സിയായ ഹദീസ്. ഈ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുകയാണ്, നബിയെ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് കൊടുക്കുന്ന ഓഫർ എന്താണ്? അയാളുടെ കാത്, കണ്ണ് എല്ലാം ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം അയാൾ കേൾക്കൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം അയാൾ പറയൂ, അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അയാൾ പോകൂ. എന്നിട്ട് ഒടുവിൽ പറയുന്നുണ്ട് അള്ളാഹു, ഇദാ സഅലനീ, അവൻ എന്നോട് ചോദിച്ചാൽ അവന് ഞാൻ ഉത്തരം കൊടുക്കും. അതാണ് ഓഫർ. എന്നോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടുന്ന ഓഫറാണ്. നമ്മൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയില്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഞാൻ എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കും, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കും, എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വെച്ചാൽ തരും. അത് ദുന്യവിയായ സ്നേഹമാണ്. അള്ളാഹു നമ്മളിൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവമാണ്. നാട്ടിൽ മഴയില്ലാണ്ടായി, വല്ലാത്ത വരൾച്ചയുണ്ടായി. ഇപ്പൊ വരൾച്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും, കാരണം അത്രയും ശക്തമായ ചൂട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഷർട്ടൊക്കെ അഴിച്ച് കുപ്പായൊക്കെ അഴിച്ച് സിറ്റൗട്ടിരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഖിറത്തെ കുറിച്ച്, ഖബറിന്റെ ഉള്ളിലെ ചൂടിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണല്ലോ ഈ സാഹചര്യം. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണ്. അവസരോചിതമായ ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമു. നമ്മുടെ വടക്ക മലബാറിലെ ചില ഉസ്താദുമാരൊക്കെ ഇപ്പൊ ഇവിടെ അടുത്ത മാസം 24-ാം തീയതി സാജിദ് സമീർ അസ്ഹരി എന്ന് പറയുന്ന ഉസ്താദ് ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്, കൗൺസിലിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹമൊക്കെ തീ കത്തിച്ചിട്ട് നരകത്തെ കുറിച്ച് പറയും. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വിറക് കൂട്ടിയിട്ട് തീ കത്തിക്കും, എന്നിട്ട് അതിന്റെ ചുറ്റും ആളെ ഇരുത്തിയിട്ട് നരകത്തെ കുറിച്ച് പറയും. സാലിം ഫൈസി കുളത്തൂര് അവരൊക്കെ അങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് കുറച്ചുകൂടി ബോധ്യമാകും. അതാണ് ഉഷ്ണ സമയത്ത് നമ്മൾ ഖബറിന്റെ അകത്ത് ഏറ്റവും അധികം ചൂടാണ് മണ്ണ്. മണ്ണിനകത്തേക്ക് നമ്മളെ ഇറക്കിയിട്ടിട്ട് മുകളിലും താഴെയും 4 ഭാഗത്തും മണ്ണുകൊണ്ട് മൂടിയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായ ചൂടുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ ഓർക്കാൻ പറ്റും. നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ, ഖുർആൻ ഓതൽ ഒഴിവാക്കാതെ, ദിക്റൊക്കെ ചൊല്ലിയിരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ വരൾച്ചയുണ്ടായി, മഴയില്ല, ശക്തമായ ചൂട്. ആളുകൾ പള്ളിക്കകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് പടച്ചവൻ സ്വീകരിച്ചില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി, പടച്ചവനെ, എന്തുകൊണ്ടാണ് ഈ ഉഷ്ണം തീ കത്തിരിക്കുന്ന, ഉച്ചി കത്തുന്ന സമയത്ത് സൂര്യതാപമേറ്റ് ജീവജാലങ്ങൾ പോലും തളർന്നു വീഴുന്ന, സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി പോകുന്ന, കമ്പ് പോലും കത്തിപ്പോകുന്ന ഈ പച്ച ചൂടിൽ ഇച്ചിരി വെള്ളം ചോദിച്ചിട്ട് തരാത്തതെന്റെ റബ്ബേ? രാത്രിയാകുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കാർമേഘ കൂട്ടങ്ങൾ കൂടിയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളിക്കകത്തേക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ കടന്നു വരുമ്പോ ആ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയാ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി, ഇയാളുടെ ദുആ കൊണ്ടാണ് അല്ലാഹു ഇപ്പൊ മഴ പെയ്യിപ്പിച്ചത്. ദുആ ചെയ്ത് കൈമുത്തുന്നതിന് മുമ്പ് മഴ പെയ്യിപ്പിച്ച അല്ലാഹ് ആരാണ്? ഈ മനുഷ്യൻ ആരാണ് റബ്ബേ? കണ്ടാൽ വല്ല തലയിൽ കെട്ടില്ല, കുപ്പായമില്ല, കമീസില്ല, ഒരു പാവപ്പെട്ട അടിമയാണ്. ആ മനുഷ്യന്റെ പിന്നാലെ മാലിക്
ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നടന്നുപോയി. ആരാണെന്നറിയാൻ നടന്ന് ചെല്ലുമ്പോ വലിയ ഒരു യജമാനനായ ഒരു മുതലാളിയുടെ വീട്ടിലെ ആടിനെ മേയ്ക്കുന്ന, ഒട്ടകത്തിന് തീറ്റ കൊടുക്കുന്ന, വീട് വൃത്തിയാക്കുന്ന, പുല്ലറുക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് അയാൾ. പക്ഷേ അയാളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ മാറ്റിവെച്ച മഴയെ, കാർമേഘത്തെ ഭൂമിക്ക് മുത്തമിടാൻ അള്ളാഹു പറഞ്ഞു വിട്ടു. ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ക്വാളിറ്റി. നമുക്ക് ആ ഇഷ്ടം നേടാൻ പറ്റും. നമ്മൾ ഈ ദുനിയാവിൽ മനുഷ്യരെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും എത്രയോ സമ്പത്തും സമയവും നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു 10% അള്ളാഹു കൊടുത്താൽ മതി, അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കൊരു പരിശോധന നടത്താം. ഒരു ചെറിയ പരിശോധന. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു പരിശോധന. കുറെ അടയാളങ്ങൾ കിതാബുകളിൽ കാണാം. ഒരു 4 അടയാളത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാണ്. അങ്ങനെ ആ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൽ പിടിച്ചങ്ങ് കയറിയാൽ മതി. 4 അടയാളം. ഒന്ന്, പെട്ടെന്ന് പറയും, ശ്രദ്ധയോടെ കേൾക്കണം. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ പറ്റുന്ന 4 പ്രധാനപ്പെട്ട അടയാളങ്ങൾ. അതിൽ ഒന്ന്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും അവരുടെ നാവ് കൂടുതൽ പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റുകളായിരിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളെ ഞാനും ഓർമ്മിക്കുന്നതാണ്. ഒരു പ്രണയിനി പറയുന്ന പോലെ, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അങ്ങോട്ട് വയ്ക്കും, എന്നെ വിളിച്ചാൽ ഞാനും വിളിക്കും, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ട് എന്ന് സാധാരണ ജനിസി കുട്ടികളുടെ ഇടയിലെ പ്രണയിനികൾ പറയുന്നത് പോലെ അള്ളാഹു പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് എഴുതി വെച്ചത്, നീ അവനെ ഓർത്താൽ സോദരാ ഹലവാത്തിൽ അവൻ നിന്നെയും ഓർക്കുന്നതാ ഫലവാത്തിൽ.